ഈശോം മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നോമ്പുകാല ചിന്തകളുമായി നിങ്ങളോടൊപ്പമുള്ളത് എലിസബത്ത് വാർനത്ത് ഫ്രം ക്ലാസ് 6. നമ്മുടെ വിശുദ്ധ കുർബാനയിലെ ആദ്യത്തെ ഗീതമായ അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെയണച്ചിടാം എന്ന് നമ്മൾ പാടുമ്പോൾ നമുക്ക് ആരോടും ശത്രുതയില്ലെന്നും എല്ലാവരോടും ക്ഷമിച്ച് അനുരഞ്ജിതമായ മനസ്സോടെയാണ് നിൽക്കുന്നതെന്നും ഏറ്റുപറയുകയാണ് നമ്മൾ. ഈ സമയത്ത് ആരോടെങ്കിലും മനസ്സിൽ വിഷമവുമുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ ക്ഷമിച്ച് ദിവ്യബലി അർപ്പിക്കാനുള്ള യോഗ്യത നേടണം. ദിവ്യബലിയിലെ പരസ്പരമുള്ള സമാധാനാശംസയും അനുരഞ്ജിത ശുശ്രൂഷകളെ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള ആഹ്വാനമാണ് നമുക്ക് തരുന്നത്. പരസ്പരമുള്ള സമാധാനം ആശംസിക്കുന്നത് വഴി നമുക്ക് ആരോടും വിദ്വേഷമില്ലെന്ന് സൂചിപ്പിക്കുന്നു. കാരാസൂസ പ്രാർത്ഥനയിലെ കലഹങ്ങളും ഭിന്നതകളും വെടിഞ്ഞ് ശത്രുതയിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും ആത്മാക്കളെ വിമുക്തമാക്കി പരിശുദ്ധമായ മനസാക്ഷിയോടെ ബലിയർപ്പിക്കാനുള്ള കൃപയ്ക്കായി നാം പ്രാർത്ഥിക്കാം. വിശുദ്ധ പത്രോസ് നമ്മെ ഉപദേശിക്കുന്നു, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. കൊളോസ്സോസ് 3:13. ഈശോയുടെ പ്രബോധനങ്ങളും മാതൃകകളും അനുകരിച്ച് നമുക്കും ക്ഷമാശീലമുള്ളവരാകാം. താങ്ക് യു.